അതൊന്നും ഞാൻ കാണുന്നില്ല. അത് ഇനിയും കിടക്കും. വിവാദങ്ങൾ എൻ്റെ പുറകെ വേതാളങ്ങളായത്തോളം ഇനിയും വന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും, അത് പൊയ്ക്കൊണ്ടിരിക്കും. ഏതായാലും കരിയോലി വരെ എൻ്റെ മുഖത്ത് തേക്കണമെന്ന് പറഞ്ഞ ആളുകൾ ഉള്ള രാഷ്ട്രീയ കാലാവസ്ഥ ഇവിടെ നിലനിൽക്കുകയാണ്. അങ്ങനെ ഈ രാജ്യത്ത് സത്യം പറയുന്നവനെ കരിയോലി വയ്ക്കാനും തേജോവധം ചെയ്യാനും സത്യം പറയുന്നവരെ ജാതിയുടെ പേര് ആദ്യ പറഞ്ഞെന്ന് പറഞ്ഞ് വധിക്കാനും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ കിട്ടിയ അവാർഡിന് ഒരു ഇരട്ടി മധുരമുണ്ട്. കാരണം ഒരുപാട് വിമർശകങ്ങളുടെ മുന ഉണ്ടായിരുന്നു. അവിടെ തൽക്കാലം അവരുടെ മന നൊടിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഇരട്ടി ശക്തിയോടെ ആ മുന മൂർപ്പിച്ചുകൊണ്ട് ഇനിയും അവരെല്ലാം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് അവരുടെ കർമ്മം ചെയ്യട്ടെ, ഞാൻ എൻ്റെ ധർമ്മം ഞാൻ ചെയ്യട്ടെ. എനിക്ക് അവാർഡ് തന്നാലും ആവില്ല, അല്ലെങ്കിൽ പത്മഭൂഷൺ അവാർഡിന് വാല്യൂ ഇപ്പോൾ ഇല്ല എന്നൊക്കെയാണ്. നിങ്ങളിപ്പോ ഒരു വിവാദം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം തൊഴിലതാണല്ലോ. കാരണം എനിക്ക് അവാർഡുകൾ എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയാൻ കാരണം, ഡൽഹി ബേസിസും അവിടുന്ന് ഇവിടുന്നും എല്ലാം ഡോക്ടറേറ്റ് തരാം, അവാർഡ് തരാം എന്നൊക്കെ പറഞ്ഞ ആളുകൾ വിളിക്കുകയും ക്ഷണിക്കുകയും മേടിക്കുകയും കൊടുക്കുകയും മേടിക്കുകയും ചെയ്യുന്ന ആളുകളെല്ലാം ഉണ്ട്. അപ്പം ഇതെല്ലാം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ അവാർഡുകളുടെ എല്ലാം നിലവാരം പലപ്പോഴും താന്നു പോകുന്നുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഈ സന്ദർഭത്തിൽ ഈ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് അതിലൊരു വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഈ നല്ല കാര്യം പറയുന്നതിനിടയ്ക്ക് നല്ലത് പറയാൻ പഠിക്കുക. നിങ്ങൾക്ക് വിവാദം സൃഷ്ടിച്ച് അതിൽ നിന്ന് റേറ്റ് വർദ്ധിപ്പിക്കാൻ നോക്കുക. അത് ശരിയല്ല. അത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റൊന്നും അല്ലല്ലോ. ഓരോരുത്തരും തോന്നുന്നത് അവർക്ക് ഇപ്പം തോന്നി. ഞാൻ പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. ഇപ്പോൾ കോൺഗ്രസ്സുകാരിരുന്ന് ഇപ്പോൾ അവരെല്ലാം മോശക്കാരാണെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല. കോൺഗ്രസ്സുകാർ ഒരുപാട് ഭരിച്ച് അവർ പലർക്കും കൊടുത്തു. അവർ കൊടുത്തവരെല്ലാം അത്ര മോശക്കാരല്ല. അവരെല്ലാം മാന്യന്മാരും മിടുക്കന്മാരും അർഹരുമായിരുന്നു. ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നു ഈ ഗവൺമെന്റ് എന്നപ്പോൾ. അപ്പോൾ ആ കൂട്ടത്തിൽ എന്നെ വരുത്തി അച്യുതാനന്ദനുണ്ട് മരണശേഷം കൊടുക്കുന്ന, ഇപ്പൊ തന്നെ മമ്മൂട്ടിക്ക് കൊടുക്കുന്നു. മോശമാണ് മമ്മൂട്ടി കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് കിട്ടുന്നു, അതേ സ്റ്റാൻഡേർഡിൽ കിട്ടുന്നു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് രസം തോന്നിയത് അദ്ദേഹം ഞാനും ഒരേ മാസത്തിൽ ചിങ്ങമാസം ജയിച്ച വിശാഖക്കാരന് ഒരേ രീതിയിൽ ഒരേ സമയത്ത് ഒരേ അവാർഡ് കിട്ടുന്നു. അപ്പോൾ ഒരു രസം എനിക്ക് തോന്നി എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കറിയില്ല. ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ നിന്ന് അടിച്ചുള്ള ദേവിയാണ് എനിക്കറിയാൻ പാടില്ല സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന്. ഈ ആരെല്ലാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചെന്നോ ശുപാർശ ചെയ്തെന്നോ ഒരു കാര്യവും എനിക്കറിയില്ല. ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല. ഞാനതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. ആരോടും പറഞ്ഞിട്ടില്ല. സംസ്ഥാന ഗവൺമെന്റിന് ശുപാർശ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു സംസ്ഥാന ഗവൺമെന്റിന് ശുപാർശ ചെയ്യണോ എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു തുരുമ്പെങ്കിലും എനിക്ക് മനസ്സിലായാലാണ്. എനിക്കൊന്നും അറിയില്ല. ഞാൻ വളരെ സർപ്രൈസ് ആയിപ്പോൾ ഇങ്ങനെ മാവേലിക്കൽ നിന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അല്പം മുമ്പ് ഇങ്ങനെ TV കണ്ടത്. ഒരാൾ വിളിച്ചു വരുമ്പോൾ ഞാൻ അന്തം വിട്ടു. കാരണം ഇതൊക്കെ അർഹതയുണ്ടോ ഇല്ലെന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. ഞാനിതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ വിലയും നിലയും എന്തുമാത്രം ഉണ്ടെന്നുള്ളതിനെപ്പറ്റി ഞാൻ വേണ്ടത്ര അറിവുള്ളവനല്ല. അതും മാത്രമല്ല, ഇതെല്ലാം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഇതിനെയൊന്നും തിരക്കി അവാർഡ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടും അവാർഡിന് വേണ്ടിയിട്ടും ഞാനൊന്നും പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ എന്നെ സമുദായം ഏൽപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ സമൂഹം ഏൽപ്പിച്ചിട്ടുള്ള കസേര ഇരുന്നുകൊണ്ട് സത്യസന്ധമായി ഞാൻ എൻ്റെ കർമ്മം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല, കാരണം ഈ എൻ്റെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആള് തുഷാറിനായിരുന്നു. അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു യോഗം, ഞങ്ങളുടെ യോഗം ഇന്ന തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം അനുസരിച്ച് മുമ്പോട്ട് പോകാൻ ഇന്നയാൾ ചുമതലപ്പെട്ടിരിക്കുകയാണ്. അയാൾ 2-3 ദിവസത്തേക്ക് വരാനുള്ള ചില അസൗകര്യങ്ങളുണ്ട്. ആ അസൗകര്യങ്ങളുള്ളതുകൊണ്ട് അംഗീകാര്യത്തിൽ ആ വിവരം അറിയാൻ 2-3 ദിവസം കഴിഞ്ഞ് വരത്തുള്ളൂ. വന്നിട്ട് നമുക്ക് അവരുടേതായ ബോഡിയിൽ ചർച്ച ചെയ്തിട്ട് അതുകൂടെ സംയോജിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്ന് വെച്ചാൽ പോകും. ഒരു കാര്യം, ഇനി ആര് വിചാരിച്ചാലും പല കാരണങ്ങളെ പല കാലത്ത് ഇത് തെറ്റിപ്പോയിട്ടുണ്ട്.
ശങ്കർ സാർ തൊട്ട്. പക്ഷെ ഇനി ഒരു കാരണവശാലും ഞാൻ നിങ്ങളിൽ ഇപ്പോൾ ഒരു ഗ്യാരണ്ടി തരുന്നു, ഞാനായിട്ടോ ഈ പ്രശ്നത്തിൽ ഈ ഐക്യത്തിന് തകർച്ച വരാവുന്ന ഒരു കാര്യമായിട്ടോ ഒരു കാരണം തെറ്റാൻ ഞാൻ മുൻപോട്ട് പോവുകയില്ല. ഏതളവ് വരെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്ന ചെയ്തു പോകും. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, സമൂഹത്തിൻ്റെ ആവശ്യമാണ്, സമുദായത്തിൻ്റെ ആവശ്യമാണ്. അത് സമൂഹം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു സംവാദമോ ഒരു അഭിപ്രായ വ്യത്യാസമോ എന്നിൽ നിന്ന് ഉണ്ടാകില്ല, ഉറപ്പാണ്.